നൈവേദ്യത്തിൽ കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ വിശ്വ ക്ഷേത്രത്തിലെ മാതൃ സംഘടന അമ്മമാരും പിന്നെ നമ്മളെ എല്ലാരും. അങ്ങനെ നോട്ടുമാലേന്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നൈവേദ്യത്തിൽ കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ വിശ്വ ക്ഷേത്രത്തിലെ ചില ആചാരങ്ങളുണ്ട്, ചില എല്ലാ മതങ്ങളും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ ഹാപ്പി ഓണാശംസകളും എല്ലാവർക്കും അറിയിക്കുന്നു. നിങ്ങളും അതുപോലെ എനിക്ക് ഹാപ്പി ഓണം പറയണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ ഹാപ്പി ഓണവുമാണ് എൻ്റെ പ്രചോദനം. ഓക്കെ, അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവസാനമായിട്ട് കാണുന്നതെങ്കിലും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഹൈപ്പ് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് വീഡിയോകൾ കാണാം. വീഡിയോകൾ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ തമ്മിൽ തല്ലുന്നവർ കാണണം, കണ്ടേ പറ്റത്തുള്ളൂ. ഇവിടെ ഓണമായാലും ക്രിസ്മസ് ആയാലും നബിദിനമായാലും നമ്മൾ മലയാളികൾ അങ്ങോട്ട് ആഘോഷിക്കും. അല്ലാണ്ട് മതത്തിന്റെ പേരും പറഞ്ഞ് വേർതിരിവും കാണിച്ച് ജാതിയുടെ പേരും പറഞ്ഞ് വേർതിരിവും കാണിച്ച് തമ്മിൽ അടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ദിനം പ്രതി ഓരോ ദിവസങ്ങളിൽ. എന്നാൽ പലരും അതൊന്നും കാര്യമാക്കാണ്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്, അതാണ് ആവശ്യം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മതത്തിലെ വിശ്വാസത്തെ നമ്മൾ വ്രണപ്പെടുത്തരുത്. നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കുക. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് കാണിക്കുകയല്ല വേണ്ടത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാ മതത്തെയും ബഹുമാനിക്കുക, എല്ലാ മതങ്ങളെയും അടിപൊളിയായിട്ട് കൂടെ ചേർത്ത് നിർത്തുക, സൂപ്പറായിട്ട് പോവുക. ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. നബിദിനം സന്തോഷത്തിന് അതിരുകൾ ഇല്ലാതെ താങ്ക്സ് വന്നിലപ്പറമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം. നൂറ് മുഹമ്മദ് അപ്പൊ ഗൈസ്, ഞാനും കീർത്തിമോളും ഇതാക്കണ നബിദിനം കണ്ടുവരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടുണ്ട്, ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷത്തോടെയാണ് ഇപ്പോൾ ഞാൻ പോണത്. പിന്നെ നമ്മളെ നാട്ടാരായ വന്ദനാപറമ്പ് ടീം തന്നത് ഒരു അടിപൊളി സ്വീകരണം തന്നെയൊന്നും മറക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കും. ഒരുപാട് സന്തോഷം. മക്കളെല്ലാവരും തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംഘത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സംഘത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ എന്നോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഇനി ഒരുപാട് വർഷം ഭൂമിയിൽ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും ഇതേപോലെ നബിദിനം ആഘോഷിക്കാനും ഞാൻ ഈ ഒരു പുണ്യ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി നബിദിനാശംസകൾ. ഓക്കെ, ഈ വീഡിയോയിൽ എന്താടാ ഇത്ര വലിയ ഹൈലൈറ്റ് ഇരിക്കുന്നു? ഒരു സ്ത്രീ വന്ന് നബിദിനം ആശംസകൾ അർപ്പിക്കുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയോക്കെ, ഇതൊരു മുസ്ലിം സ്ത്രീയല്ല, ഒരു ഹിന്ദുവായ സ്ത്രീയാണ്. ഒരു ഹിന്ദുവായ സ്ത്രീ വന്നിട്ട് നബിദിനത്തിന്റെ ആ ഒരു പാട്ടമൊക്കെ പാടി ആശംസകൾ നൽകുന്നുണ്ടെങ്കിൽ വലിയൊരു രോമാഞ്ചിഫിക്കേഷൻ ഫീല് തന്നെയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പേരിൽ തമ്മിൽ തല്ലുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനിടയിൽ ഹിന്ദുവായ ഒരു സ്ത്രീ വന്നിട്ട് നബിദിനത്തിന് ആശംസകൾ നൽകി ഇങ്ങനെ പറയുമ്പോൾ അതാണ് നമ്മുടെ നാടിനൊരു പ്രചോദനമായി മാറുന്നത്. ഈ മതങ്ങളുടെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞും തമ്മിൽ തല്ലുന്നവർ ഇതുപോലത്തെ വീഡിയോകൾ കാണണം. എന്തിനാണ് നമ്മൾ തമ്മിൽ തല്ലുന്നത്? എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ആചാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ മതത്തിലുള്ള വിശ്വാസങ്ങളെ നമ്മൾ അനുകൂലിച്ച് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു മതത്തിൽ ഇന്ന വിശ്വാസമുണ്ട്, അതിനെ നമ്മൾ പ്രതികൂലിച്ച് നമുക്ക് തോന്നിയ പാടല്ല ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ നമുക്ക് അവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പോയി ചെയ്ത് കാണിക്കുകയല്ല വേണ്ട. പക്ഷെ ഇതുപോലെ ഇപ്പൊ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മറ്റേതെങ്കിലുമൊക്കെ മതങ്ങളും ജാതികളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് നമ്മുടെ ഈ രാജ്യത്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് നല്ല അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഹിന്ദുവായ ഒരു സ്ത്രീ വന്നിട്ട് ഈ പറയുന്നത് പോലെ ഇങ്ങനെ നബിദിനത്തിന്റെ പാട്ടൊക്കെ പാടുമ്പോൾ അത് നല്ലൊരു പ്രചോദനമാണ്. ഇവിടെ വർഗീയതയുടെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുന്നവർ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണണം, ഇതൊക്കെ ഷെയർ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നബിദിന ഒരുക്കങ്ങൾ സിംഗർ ആതിര സജിത്ത് കാണാം. ഞമ്മക്ക് നബിദിനത്തിനുള്ള ആ നോട്ടുമാല അങ്ങോട്ട് റെഡി ആക്കിയാലോ? ആതിര എന്നിട്ട് റെഡി ആക്കി തരുന്നതേ ഉണ്ടാക്കറിങ്കോ? അപ്പൊ അതാക്കണം നമ്മളെ നോട്ട്മാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞമ്മക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം. തവക്കത്തുൽ അല്ലാ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അപ്പൊ നമുക്ക് ആ പാട്ടാണ് പാടിയാണ് തുടങ്ങിയാലോ? മേമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടല്ലോ, നമ്മളെ പിരിശത്തത്തെ പാട്ട്. പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള നമുക്കറിയാം. സൗണ്ടൊക്കെ പോയിന്നൊക്കെ പറഞ്ഞല്ലോ. വോയിസ് റെസ്റ്റിലാണ് കേട്ടോ. ഒരു കാലത്തെ മാപ്പിളപ്പാട്ടിന്റെ തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ആതിര സുജിത്ത്. ഗൾഫിലൊക്കെ പോയി, അങ്ങ് അബുദാബിയിലൊക്കെ പോയി പാട്ട് മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ച് പോരേണ്ടി വന്നൊരു ഗായിക കൂടിയാണ് നമ്മൾ ആതിര. എന്നാലും ഇപ്പോഴും കുറവില്ല, സൗണ്ട് പോയൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേക്കട്ടെ ഗൈസ്.
പാതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള തെരിയൊളി ആറ്റൽ ഹബീബുള്ള മശരിക്ക് മഗ്രിബിനൊളിയായി മന്നാനയച്ച റസൂലുള്ള. വളരെ ഭംഗിയായിട്ട് ആ കുട്ടി ആ പാട്ട് പാടി അല്ലേ. ഇത് ഇപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണ് മുസ്ലിം പാട്ട് പാടുന്നു. ഇത് നല്ലതാ. ഇതുപോലെ ആയിരിക്കണം. നമ്മൾ ഒരു മതത്തെയും അവഹേളിക്കാണ്ട് ബഹുമാനിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കണം. അവിടെയാണ് നമ്മുടെ മനുഷ്യത്വം, മനുഷ്യനെന്ന ക്വാളിറ്റി എക്സ്പോസ് ആവുന്നത്. അല്ലാണ്ട് ജാതി മതവും പറഞ്ഞ് തമ്മിലടിച്ച് നീ എന്തിനാടാ നമ്മളെ പറ്റി പാട്ട് പാടി ഈ ഒരു മൂഡ് പിടിക്കാണ്ട് എല്ലാവരും ചേർത്ത് നിർത്തുക. ഈ ഓണം ആഘോഷം പല ഉസ്താദുമാരും ഓണം ആഘോഷിക്കരുത്, സദ്യ കഴിക്കരുത്, പായസം കുടിക്കരുത് എന്നൊക്കെ കിടന്ന് വിളമ്പുന്നത് കാണാം. സദ്യ വിളമ്പുന്നത് പോലെ ഇങ്ങനെ ഒരു സാധനം ഈ മതത്തിന്റെ ഫാക്ടറി എടുത്ത് വിളമ്പുന്നത് കാണാം. എന്തിനാ ഉസ്താദുമാരെ അങ്ങനെ വിളമ്പുന്നത്? നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നിന്ന് ഓണത്തിന് സദ്യ കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെ ആറ്റുകാൽ പൊങ്കാല ട്രിവാൻഡ്രത്ത് വരാറുണ്ട്. അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ മുസ്ലിം പള്ളി തുറന്നു കൊടുത്തിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആവശ്യം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ പള്ളിക്കാർ മാത്രം, നമ്മുടെ അമ്പലക്കാർ മാത്രം, അടുത്ത് നമ്മുടെയും പള്ളിക്കാർ മാത്രം ഈ മൂട് പിടിച്ച് മതത്തിന്റെ ഫാക്ടർ അല്ല ഇവിടെ വിളമ്പേണ്ടത്. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് ശരിയാണ്. മതത്തിന്റെ ജാതിയുടെ പേരിൽ ഇവിടെ ആരും അടി കൂടണ്ട. ഇവിടെ വർഗീയത സ്പ്രെഡ് ചെയ്യുന്ന തീവ്രവാദിത്വം എടുത്ത് വിളമ്പുന്ന ചില പുഴുക്കൾ മാത്രമാണ്. അതിനെയൊക്കെ നമ്മൾ തുടച്ചു നീക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു വീഡിയോ കാണാം. ഇന്ന് കാണാൻ പറ്റിയ സന്തോഷ കാഴ്ച, മതസൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് പായസം കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മുസ്ലിം കൊച്ചു കുട്ടികളടക്കം വന്ന് ഓണത്തിന്റെ ആ പായസമൊക്കെ ഒന്ന് വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ഇത്. ഇവിടെ ജാതി മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവർ ഇതൊക്കെ ഒന്ന് കാണുക. ഇങ്ങനെ എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച് കൂടി നിന്ന് എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം വല്ലപ്പോഴെങ്കിലും. ഓക്കെ, ഇനി വേറൊരു വീഡിയോ കൊടുക്കാം. നൈവേദ്യത്തിൽ കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ വിശ്വ ക്ഷേത്രത്തിലെ മാതൃ സംഘടന അമ്മമാരും പിന്നെ നമ്മളെ എല്ലാരും ചൊല്ലക്കര സുനിയേട്ടുണ്ട്, മോനേട്ടുണ്ട്, ഇങ്ങാരേട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അടിപൊളി പായസമൊക്കെ സെറ്റാണ് അല്ലേ ചേച്ചിയാ? അടിപൊളിയല്ലേ? അയ്യോ, അപ്പൊ വരും. ഇത് എത്തിയിട്ടില്ല, എന്താ പറയാ, റാലി എത്തിയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ഒക്കെ സെറ്റാക്കിക്കണ്. അടിപൊളിയാണ്. ഇത് ഈ നബിദിനത്തോടനുബന്ധിച്ചിട്ട് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ആ നബിദിനത്തിന് റാലി പോകുന്നവർക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അവിടുത്തെ ആൾക്കാർക്ക്. ഓക്കെ, അവര് നബിദിനം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. അപ്പൊ ആ നബിദിനത്തിന് ഹിന്ദുക്കൾ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ഒക്കെ ചേർന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർ ആ നബിദിനത്തിന് പോകുന്ന ആൾക്കാർക്ക് ആ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പായസം കൊടുക്കുകയാണ്. ഇതാണ് മതസൗഹാർദ്ദം. അല്ലാണ്ട് തമ്മിൽ തല്ലുന്നതല്ല ഒരിക്കലും. മതത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ള മതങ്ങളെ പുച്ഛിച്ചും കളിയാക്കി പരിഹസിച്ചും തമ്മിൽ തല്ലുന്നതല്ല. അത് തന്തയില്ലായ്മ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണം, ഒറ്റ കെട്ടായിട്ട് നിൽക്കണം. ഇനി ഷാഫി പറമ്പിൽ അടക്കം നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഓണത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട്, കാണാം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓണവും അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരെയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രക്കുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കല് ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. ഇതാ പേരാമ്പ്രയുടെ ഒറ്റ പേര്. അതെ, എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ? ഇതാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇത് തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാരായ. ഓക്കെ, എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച്. ഇപ്പൊ ഓണം മുസ്ലിങ്ങൾ ആഘോഷിച്ച് എന്താ കുഴപ്പം? ഒരുപാട് ഉസ്താദുകൾ വന്നിരുന്ന് പറയുന്നുണ്ട് ഓണം ഹിമാരാണ്, എന്തൊക്കെയോ പറയുന്നതാണ്, ഹലാലാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും വർഗീയത സ്പ്രെഡ് ചെയ്യല്ലേ. എല്ലാവരും ആഘോഷിക്കട്ടെ. എന്താ ഇപ്പോൾ ഓണം ആഘോഷിച്ച കുഴപ്പം? ക്രിസ്മസ് ആഘോഷിച്ച കുഴപ്പം? നബിദിനം ആഘോഷിച്ച കുഴപ്പം? എല്ലാ മതത്തിലുള്ളവരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കട്ടെ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കൂ. പിന്നെ മതങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ ഓരോ വിശ്വാസങ്ങളിലുള്ള ആചാരങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്നാണെങ്കിൽ കയറാൻ പോകരുത്. നമുക്ക് കയറാനായിട്ട് വേറെ എത്ര അമ്പലങ്ങളുണ്ട്, അങ്ങനെ ചിന്തിക്കണം.
ഓക്കെ, അപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഓരോ മതങ്ങളിൽ ഓരോ വിശ്വാസങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാതെ ഓക്കെ എന്ന് അത് ചെയ്യാൻ പാടില്ല, ചെയ്യണ്ട, ആ മൂഡിൽ പോകണം. അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എക്സ്പോസ് ആവുന്നത്. അത് ഓരോ വിശ്വാസങ്ങളാണ്, ഓരോ ആചാരങ്ങളാണ്. നമ്മൾ അതിനെ എന്തിനാണ് വ്രണപ്പെടുത്താൻ പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. എല്ലാവരും ഒന്നിച്ച് പോടെ, അടിപൊളിയായിട്ട് പോകും, ജീവിതമൊക്കെ കളർഫുള്ളാണ്, ഒറ്റ ജീവിതമുള്ള 10-60 വയസ്സ് വരെ ചിലപ്പോൾ തട്ടിയും മുട്ടിയും ജീവിക്കും. അത്രയും കാലം വർഗീയതയും തീവ്രവാദിത്വം പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടൊന്ന് ജീവിച്ചു, അടിപൊളിയായിരിക്കും. രമേശുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു കുളമാണ്, അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എല്ലാ വടകരക്കാരൊന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ, എല്ലാ വടകരക്കാർക്കും പ്രത്യേക ഓണാശംസകൾ. അപ്പൊ കോഴിക്കോട്ടെ ബാക്കി ആൾക്കാർ രണ്ടാളും പിന്നെ 3 ആളും പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ഓണത്തിന്റെ ഇവന്റെ കൂടെ ഒരാളും കൂടെ ആക്കാൻ പറ്റുമോ നോക്കണം. കല്യാണം ഒന്നും കഴിക്കാതെ സുഖമായിട്ട് നടക്കുക. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ അനേക ആളുകൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞല്ലേ. നിയാസ് വക്കീലേ, ഹാപ്പി ഓണം. മാഷ അവക്കവിടെ സുനന്ദ, നീ എന്താ ഒളിച്ചേക്കുന്നു? ഇവിടെ വാ. അവിടെ എന്താ വെള്ളം ഉണ്ടോ മുമ്പില്? അബുക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓണാശംസകൾ. പ്രവീണന്റെ കുടുംബമുണ്ട്, എല്ലാവരുടെയും ഓണാശംസകൾ. ഈ കാഴ്ച ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഈ കുളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകം കാണിക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാവരും അടിപൊളിയായിട്ട് മതത്തിന്റെ പേര് തമ്മിൽ തല്ലാണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. അതിനാണൊരു ഭംഗിയുള്ളത്. അതാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. കുറെ പുഴുക്കുത്തുകളാണ് ഈ പറയുന്നത് പോലെ കിടന്ന് തമ്മിൽ തല്ലുന്നത്. ഇപ്പൊ തന്നെ ഓണത്തിന്റെ ആഘോഷങ്ങളുടെ പരിപാടികൾ വീഡിയോസ് വരുമ്പോൾ അതിന്റെ അടിയിൽ മതം പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ബാക്കി ഇതിന്റെ വീഡിയോ കൊടുക്കാം. ഇങ്ങനെ തന്നെ കയറാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാലക്കാട്ടുകാർക്കും പ്രത്യേക ഓണാശംസകൾ. കുറ്റ്യാടിക്കാർക്ക് എല്ലാവർക്കും എന്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു 22-ന്. അതുപോലെ ഇവിടെ ഇന്ന് ഷാഫിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വടകരയും കോഴിക്കോടും കുറ്റ്യാടി പാലക്കാട് അങ്ങനെയൊന്നും മാത്രമല്ല, അത് കോഴിക്കോടിന്റെ കൂടിയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും മുഴുവൻ മലയാളികൾക്കും വളരെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹോസ്റ്റ് MLA കേട്ടോ, പേരാമ്പ്രയുടെ MLA. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതുപോലെ ആയിരിക്കണം. ഇനി നമ്മുടെ VD സതീശൻ സാറ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചില ആചാരങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട് തെറ്റായി കടന്നുകൂടിയ ആചാരങ്ങൾ, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയേ മതിയാവും. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഭരണകൂടം അല്ല അത് ചെയ്യേണ്ടത്. അത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം. മതങ്ങളിൽ നിന്ന് തന്നെ, അതാത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. അതാത് മതങ്ങളിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. ഭരണകൂടങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് സ്വാർത്ഥതയുണ്ടാകും, അതിൽ വർഗീയത ആരോപിക്കപ്പെടും, തെറ്റായ നടപടികൾ ഉണ്ടാകും, അനാവശ്യമായ കടന്നുകയറ്റങ്ങളായി അത് മാറും. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ആ മാറ്റങ്ങൾക്ക് മതങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ സംവാദങ്ങൾ നടക്കണം, വേണ്ടേ, നല്ല ഡിബേറ്റുകൾ നടക്കണം. അതിന് ഒരു നല്ല പരിണത ഫലം മതത്തിന്റെ പുരോഗമനാത്മകമായ മുഖം സൂക്ഷിച്ചുകൊണ്ട് പോകണം. എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ മതത്തിലും കുറെ ഒരു വൃത്തികെട്ട ആചാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ അതൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി മതങ്ങളിൽ നിന്ന് തന്നെ ആ മാറ്റം കൊണ്ടുവരണം. വേണ്ടെന്നൊന്നും പറയുന്നില്ല. തെറ്റായ ഒരുമാതിരത്തെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കുറവാണ് കേട്ടോ, എന്ന് വേണമെങ്കിൽ പറയാം. തമ്മിൽ വേഗം തൊമ്മനായിട്ട് പറയുമ്പോൾ, അല്ലാതെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ എടുക്കുമ്പോൾ തെറ്റായ ഒരുപാട് ദുരാചാരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദു ഈ വേർതിരിവ് നമ്മൾ കാണിക്കരുത്. അതൊരിക്കലും ശരിയല്ല. ഓണവും ക്രിസ്മസും നബിദിനവും എല്ലാം ആഘോഷിക്കട്ടെ. ദീപാവലി എല്ലാം ആഘോഷിക്കട്ടെ, കളർഫുൾ ആക്കട്ടെ. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. ആ മൂഡിൽ ചിന്തിക്കും. വേറൊരു വീഡിയോ കൊടുക്കാവേ. അങ്ങനെ നോട്ടുമാലേന്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ സന്തോഷം നിറഞ്ഞ നബിദിനം കൂടി വന്നെത്തിയില്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ. പിന്നെ നമ്മള് നോട്ടുമാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ്.
നമ്മളെ മഹലിൽ നിന്ന് ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മളെ നബിദിന കുട്ടികളെ റാലി എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ആകാംക്ഷയിലും സന്തോഷത്തിലും നിൽക്കുകയാണ്. ഇപ്രാവശ്യം നമ്മള് കുഞ്ഞു മധുരമൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ അമ്മയ്ക്ക് ഇപ്പൊ അസുഖം ഇങ്ങനെ ആയ സ്ഥിതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. മഴയാണ് രാവിലെ തന്നെ. അടുത്ത പ്രാവശ്യം പായസം കൊടുക്കില്ല നമുക്ക്. നമുക്ക് എന്തോ ഒരു മനസ്സിലൊരു ഇടിയാണ്. കാരണം ഈ മഴ ചെയ്തോണ്ടേ ഇതെന്താവും പരിപാടി. നല്ല രീതിയിലായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാവും. നിക്കാണ് ഒരു പേടി. അമ്മയുണ്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇൻഫെക്ഷൻ വന്ന് രണ്ടാമത് കീമോ കഴിഞ്ഞ് നിൽക്കണം. എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത കീമോ 30-ാം തീയതിയാണ്. അപ്പൊ ഈ അവസരത്തിൽ തന്നെ എല്ലാരും പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ പറയണത്. അപ്പൊ നമ്മളെ ഈ നബിദിന റാലിന്റെ എല്ലാ വിശേഷങ്ങളായിട്ട് നമ്മൾ 7 മണിക്ക് വരും കേട്ടോ. ഇവര് ഹിന്ദുക്കളാണ്. ഇവര് നബിദിന റാലി വരുമ്പോ അവിടെ അവർക്ക് സ്വീറ്റ്സ് കൊടുക്കാനും നോട്ടുമാല കൊടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് ക്വാളിറ്റി. ഇതാണ് മനുഷ്യന്മാര്. അല്ലാണ്ട് മതവും ജാതിയും പറഞ്ഞ് തമ്മിലടിച്ച് ആകുന്ന കുറെ വൃത്തികെട്ടവന്മാരല്ല മനുഷ്യന്മാർ. ഇതാണ് ക്വാളിറ്റി. ഇനി വേറൊരു ഇത് കൊടുക്കാൻ കേട്ടോ ഞാൻ. അതായത് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ കേൾക്കണം. ഓക്കെ, ആ പാട്ട് കേൾക്കേണ്ട പാട്ടാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു പള്ളിയിലച്ഛനാണ്. നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്ര ഗാനമാണ്. ഒരു പക്ഷേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്, വീഡിയോ ഇത് മിക്കവാറും എയറിലൊക്കെ പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അസഹിഷ്ണുരായി വന്ന് കമൻറ്റുകൾ എഴുതും. ആ കമൻറ്റുകൾ എഴുതുന്നവർക്ക്, നല്ലത് എഴുതുന്നവർക്ക് ദൈവം നല്ലത് നൽകട്ടെ. ഇനി മോശം എഴുതുന്നവരെ കുറിച്ചുള്ളതായ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ അവരെ നശിപ്പിക്കാതെ അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം ഒരുവൻ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മോട് എതിരിടുന്നവർ നശിച്ചു പോകാതെ അവരിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ ആമിന പെറ്റോളിവേ നബിയുള്ള അബ്ദുള്ള തൻ തെളിവേ ആദരവിൻ വടിവേ സഫിയുള്ള അഷറഫ് ഹൽക്കോളിവേ ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്ദമിയെന്നവരേ സത്യമുത്തവരേ റസൂലുള്ള കൽബ് തെളിന്തവരേ മക്കത്തുതി തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ വാനത്തിലേറിയൊരേ മെഹ്റാജിൽ ആനന്ദം കൊണ്ടവരേ വാനത്തിനപ്പുറത്തെ ഹർഷിന്റെ പൊന്നൊളി കണ്ടവരേ ആകാശവാസികളാം നബിമാരെ ആകെ നളർത്തവരേ ആദിയോനാദരിത്തേ നബിയാരെ ആക്കം അണൈത നേരേ മക്കത്തുതി തോളിവേ റസൂലുള്ള ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ള ആലത്തിൻ പൊന്നോളിവേ. താങ്ക് യു. ഓക്കെ, ഒരു പള്ളിയിൽ അച്ഛൻ മുസ്ലിം പാട്ട് പാടുന്നു.
അടിപൊളി. ഇതുപോലെ ആയിരിക്കണോടെ. ഇതൊക്കെ കൂട്ടി ചേർത്ത് മതം ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലാണ്ട് എല്ലാവരും ഒത്തുപോട്ടെ. അവിടെയാണ് നമ്മുടെ മത സൗഹാർദ്ദം എന്ന് പറയുന്ന സാധനം വരുന്നത്. എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ചു പൊളിക്കുക. ഇനി വേറെ ആഘോഷങ്ങളില്ലാത്തവർ എന്നെ പോലെ വെറുതെ വീട്ടിൽ ഇടിച്ചിരിക്കുക. അപ്പോൾ ശരി, കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. എല്ലാ മതത്തിലുള്ളവരും ആഘോഷിക്കുക. മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ വേർതിരിവില്ലാണ്ട് ആഘോഷിക്കുക. ഇനിയും ഒരുപാട് ഓണം ആഘോഷിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും എനിക്കും കിട്ടട്ടെ. വിഷ് യു എ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ബൈ.